ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇതാ അന്ന് രായും പച്ചരിയും കൂടി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ടാണ് അത് കേക്ക് ഊറ്റിയിട്ടുണ്ട്. ഇനി പുതിയ മിക്സിയിൽ അരക്കാൻ വിചാരിച്ച്. പുതിയ മിക്സിൻ്റെ പാഠം എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ നമുക്ക് പുതിയ മിക്സിൻ്റെ ഉദ്ഘാടനമായി. രായി ദോശ ഉണ്ടെന്ന്, രായി ദോശ ചൂടാൻ വിചാരിച്ചു. അപ്പോൾ നേരെ അരച്ചിട്ട് വരാം. മിക്സിൻ്റെ ജാറൊക്കെ നല്ല കേക്കിൻ്റെ അശമാണ് കേട്ടോ. ഞാൻ എന്നിട്ട് തന്നെ കൊടുന്ന അന്നേരം ഞാൻ 3 മിക്സിൻ്റെ ജാറ് നല്ല കേക്ക് വെച്ചതായിരുന്നു. എന്നിട്ടാണ് ഞാൻ തലേന്ന് എടുക്കുന്നത് കേട്ടോ. എന്നാൽ കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ എടുക്കല്ലോ നമ്മൾ, പിന്നെ നല്ല കഴുകണമല്ലോ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ. നല്ല കഴുകി വൃത്തിയാക്കിൻ്റെ ശേഷമാണ് ഞാൻ അരിയൊക്കെ അരക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ മിക്സി, ബട്ടർഫ്ലൈൻ്റെ മിക്സിയാണ്. കുഴപ്പമൊന്നുമില്ല. ഒരു പഴയ മിക്സി, ഇത് കുറേ പഴക്കമുള്ള മിക്സിയാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ സൗണ്ടും ജാറൊക്കെ കേടുന്നില്ല. ജാറിൻ്റെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചൊക്കെ ഉണ്ട്. ജാറ് ഇതുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കളർ പോലെ അതിനുള്ളൊക്കെ കേടന്ന് കുറേ നന്നാക്കി. ഇതൊക്കെ നല്ലതാണ്, ഇതിനൊന്നും കേടില്ല. ഇത് കൊടുന്ന അന്നത്തെ പോലുള്ള വാങ്ങിയ അന്നത്തെ പോലുള്ളത്. ഇതിപ്പോഴും നല്ല ബ്ലേഡൊക്കെ നല്ല മൂർച്ചയാണ്. ഇതൊക്കെ കേട്ടോ. ഇതാണ് കംപ്ലൈൻറ്റ് വരുന്നത്. ഇതിൻ്റെ ജാറ് വേറെ ജാറാണ്. ഇത് ജ്യൂസ് അടിക്കണം, ഇത് അരിയും തേങ്ങയൊക്കെ അരക്കണം. അങ്ങനെ വാങ്ങി. ഇതിനതൊരു ജാറ് തന്നെ ഉള്ളൂ. പിന്നെ പൊടിച്ചിട്ടത് ചതക്കണം. അങ്ങനെ ജാറാണ് കേട്ടോ. ഇത് പൊടിക്കണം, ഇത് ചതക്കണത്, അങ്ങനെ 2 ജാറ് മാത്രമേ ഉള്ളൂ. പിന്നെ അരക്കണം അതും അങ്ങനെ. ഇത് അരച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതാ നല്ല പ്ലസ്. ഇത് നല്ല മോണം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുതിയ മിക്സിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നല്ല അരിഞ്ഞിട്ടുണ്ട്. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ ഇപ്പം ഉണ്ടാക്കാനിട്ട്. പാൽപ്പൊടി ചായ ഒക്കെ കുടിച്ച് മടുത്തുകൾ. ഇപ്പോൾ കട്ടൻ ചായ ആക്കഞ്ഞ് കുറച്ച് ദിവസത്തിന് കട്ടൻ ചായയാണ്. കാരണം കഫക്കെട്ടും ഇതൊക്കെ ഉണ്ടായപ്പോഴേ. ലിവറുണ്ട്, ഇത് ബീഫിൻ്റെ ലിവറുണ്ട്. ലിവർ ഇന്നലെ ഷിഫ് ഉണ്ടാക്കി വെച്ച് രാത്രിക്ക് ലിവർ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ബീഫിൻ്റെ ലിവർ ഉണ്ടാക്കിയിരുന്നു. അത് കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ച് ചൂടാക്കുക കേട്ടോ. ലിവറും രായി ദോശയും കൂടിയാണ്. ഇന്ന് കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോവാണ്ട്. അപ്പോൾ അന്ന് ചോറൊന്നും ഉണ്ടാക്കണില്ല. ഈ 2 ഇത് ചായയും കടിഞ്ഞാൽ ഉണ്ടാക്കണുള്ളൂ. ദോശയും ചാടി കഴിഞ്ഞാണ്ട് പോകണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 11 മണിക്കൊക്കെ പോകണം. വേറെ വൈക്കും പോവാണ്ട്. അപ്പോൾ നാളെ തന്നെ പോയാൽ 12 മണിയാകുമ്പോൾ കല്യാണ പേരിക്ക് എത്തുമല്ലോ. ഇത് ബീഫ് ലിവറാണിത്. ചായ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശ അവിടെ ചുടുന്നുണ്ട്.
അങ്ങനെ ഇതാ ദോശയുടെ കഴിഞ്ഞ് ചായ ഉണ്ടാക്കി ലിവർ ചൂടാക്കി. ഇന്നലത്തെ ലിവറായതുകൊണ്ട് ചൂടാക്കിയാൽ മതിയല്ല. അങ്ങനെ കട്ടൻ ചായ പിന്നെ ലിവറും ഉണ്ടായിരുന്നു കേട്ടോ, ബീഫിൻ്റെ ലിവർ. നെസ്റ്റോന്ന് വാങ്ങി ലിവറായിരുന്നു. പിന്നെ അതാ ലിവറും ദോശയും കൂടി ഞാൻ ചായ അടിക്കുകയാണ്. കുട്ടികളുണ്ടാവണം എണീറ്റിട്ടില്ല. ഒരു സുബഹിസ്കാരം കഴിഞ്ഞാണ് കിടന്നതാണ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് 10 മണിക്ക് 11 മണിക്ക് പോകാനുള്ളത്. ചോറൊന്നും വെക്കാൻ ചെല്ലാറും കുറച്ചും കൂടി കെടുക്കട്ടെ അങ്ങനെ കിടന്നതാണ്. ഈ ചായ അടിച്ചിട്ട് ഞാൻ ഒരു ചാടി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തന്നെ അവർ നീറ്റി വരും. ഞാൻ അതാ മാറ്റി റെഡി ആയിട്ടുണ്ട്, അവരും മാറ്റി റെഡി ആകുന്നുണ്ട് ചായ കുടിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇപ്പോൾ വരും 11 മണിക്ക് വണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ, അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ അതാ കല്യാണപ്പേരിയിലെത്തി. ഷിഫുവിൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടെ പോയി വന്ന് പിന്നെ നേരെ കല്യാണപ്പേരിക്ക് പോയി. കല്യാണം കാടാമ്പുഴ മൈത്രി ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള താജ്മഹലൊക്കെ ഉള്ള ഒരു പള്ളി ഉണ്ട്, അവിടെ ഉണ്ട് കല്യാണം. അതിൻ്റെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലും കല്യാണം. അപ്പോൾ താജ്മഹലിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തു. താജ്മഹലല്ല, ഒരു പള്ളി താജ്മഹൽ പോലെ വർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ട് താജ്മഹൽ പോലെ ആ ഏരിയയിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മരുമകളുണ്ട്, മോളുണ്ട്. ഞാനിതാ ഈ ഡ്രസ്സ് ഞാൻ കുറച്ച് മുമ്പ് കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തിരുന്നു. പിന്നെ ഞാൻ ഇതിന് വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിരുന്നു, പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ കിട്ടിയതല്ല വിചാരിച്ചുകൊണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ ഇരിക്കണ്. വീഡിയോ ഇടാൻ മറന്നതായിരുന്നു. ഇപ്പോൾ എടുക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ഒരുങ്ങിയതല്ലായിരുന്നു. പിന്നെ ഫോട്ടോ കൈക്കോട്ടെ വിചാരിച്ചുകൊണ്ട് അങ്ങനത്തെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും മരുമോളും ഇതാ ഷിഫു ഓളുണ്ട്, മോള് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ മോളും ഉണ്ട്, 2 ചെറിയ മോളും ഞാനും മരുമോളും കൂടി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വൈബുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കല്യാണ വീട്ടിലല്ല നമ്മൾക്കിങ്ങനെ വീഡിയോ ഒന്നും എടുക്കണം, ചിലർക്ക് പറ്റുണ്ടാവില്ല വിചാരിച്ച് നമുക്ക് പറ്റാത്ത ഇടത്തൊന്നും പോയി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോ ഫോട്ടോകൾ കുറേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങനെ എടുത്ത് ഇട്ടതാണ് കേട്ടോ വീഡിയോയിൽ. അങ്ങനെ അതെൻ്റെ ഇതാ ഞാൻ അടിച്ച ഡ്രസ്സാണിത്. കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല മറവുണ്ട്, ഡിസൈൻ വർക്കുമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് കുറേ ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ, വിരുന്നും സൽക്കാരമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഫോട്ടോ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.